ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ഇത്ഖാൻ പരിപൂർണതക്ക് ഉദാഹരണമായിക്കൊണ്ട് ഒരു കാര്യം മാത്രം പറയാം. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരു കാര്യം നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ള ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ്, ഏറ്റവും ചെറിയ ഭാഗം ഏതാണ്? സെല്ല് അല്ലേ? മലയാളത്തിൽ കോശം എന്ന് പറയും, അറബിയിൽ ഖലിയത്ത് എന്ന് പറയും. ഈ സെല്ലുകൾ എത്ര ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ? ഒരാളുടെ ശരീരത്തിൽ കുറേ എന്ന് പറഞ്ഞാൽ 1000, 10,000, ലക്ഷം, കോടി കണക്കിന്. എത്ര കോടി? 10 കോടി, 100 കോടി, 37 ട്രില്യൺ കോശങ്ങളുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ. 37 ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 0, 13 0. അതായത് ഒരു മില്യൺ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 37 ട്രില്യൺ ആണ്. ഒരു ട്രില്യണിലൂടെ 37 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത്രയും ഖലിയത്തുകൾ, അത്രയും കോശങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ഇനി ഈ 37 ട്രില്യൺ എടുത്തിട്ട് നമ്മൾ നോക്കിയാൽ അതിൽ ഓരോന്നും 37 ട്രില്യൺ മണൽത്തരികളല്ല. ഓരോ സാധനവും എന്താണ്? ഒരു സെല്ലാണ്. ആ സെല്ലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യ ശരീരം പോലെ തന്നെയാണ്. ഓരോ സെല്ലും ഒരു മനുഷ്യനെ പോലെയാണ്. ഓക്സിജൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം, ന്യൂട്രിയൻസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ വേസ്റ്റ് പുറത്ത് കളയുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, ഇത്രയും ട്രില്യൺ സാധനങ്ങൾ. ഇനി അതിൻ്റെ ഉള്ളിൽ ഓരോ സെല്ലിൻ്റെ ഉള്ളിലും ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? ആറ്റത്തിന് ന്യൂക്ലിയസ് ഉള്ള പോലെ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താണ്? പല സാധനങ്ങളുണ്ട്. അതിലൊരു സാധനമാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഈ DNA അതിലൂടെയാണ് നമുക്ക് സിഫാത്തിൻ വറാഫിയ, നമ്മളെ എന്താ പറയുക, ഹെറിഡിറ്ററി ട്രേറ്റ്സ്, മാതാപിതാക്കളുടെ സ്വഭാവം മക്കളിലേക്ക് വരുന്നത് ഇതിലൂടെയാണ്. ഈ DNA എത്ര ഉണ്ട് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ? അങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചിരിക്കുകയാണ് DNA. DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൂല് പോലെ ഉള്ളൊരു സാധനം. അത് മടക്കി 23 ക്രോമസോമുകളാക്കിയിട്ട്, അത് 23 പീസാക്കിയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഒരു പീസ്, ആ 23 പീസുകളുണ്ടല്ലോ, അത് ഓരോന്നും എടുത്ത് നിർത്തിയാൽ എത്രയാണ് അതിൻ്റെ നീളം? DNA, അതായത് ഒരു സെല്ലിൻ്റെ ഉള്ള DNA ടോട്ടൽ നീളം എത്രയാണ്? 2 മീറ്റർ. അങ്ങനെ ഏകദേശം ഇവിടുന്ന് ഏകദേശം അങ്ങോട്ട് എത്തും. അതിൻ്റെ കുറച്ച് താഴെ ആയിരിക്കും, ഈ റൂഫിൻ്റെ അടുത്ത് വരെ എത്തും. ഒരു സെല്ലിൻ്റെ ഉള്ളിലാണിത്, ഒരാളുടെ ശരീരത്തിൻ്റെ ഉള്ളിലല്ല. ഈ ട്രില്യൺ കണക്കിന് 37 ട്രില്യൺ സെല്ലുകളിലെ ഒന്നിൻ്റെ ഉള്ളിൽ ഉള്ള DNA അളവാണിത്. ഈ കാണുന്ന DNA ഉണ്ടല്ലോ എത്രയും പോകുന്നത്? 2 മീറ്റർ ഉള്ളത്. ഈ 2 മീറ്ററുള്ള DNAയിൽ നിങ്ങളുടെ ഫുൾ സിഫത്തുകളും അതിലുണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഘടന? അത് ഇത്രയും പോകുന്ന ഒരു നൂലല്ല, ഒറ്റ നൂലല്ല, 2 നൂലുകളുണ്ട്. 2 എണ്ണമാണ് ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ആ 2 എണ്ണം ഇങ്ങനെ ഒരു നമ്മളെ എന്താ പറയുക, പിരിയായിട്ടുള്ള കോണി ഉണ്ടാവുമല്ലോ, ഹെലിക്സ്, ഡബിൾ ഹെലിക്സ് ആണ്. അതിൻ്റെ ഇടയിൽ ഈ 2 നൂലുകൾക്ക് ഇടയിൽ ഓരോ ചവിട്ടുപടി പോലെ, സ്റ്റെപ്പുകൾ പോലെ വടികളുണ്ട്. അപ്പോൾ ഇത്രയും പോകുന്ന ഈ DNA എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2 മീറ്റർ. അപ്പോൾ മൊത്തം എത്ര മീറ്റർ ഉണ്ടാവും? നമ്മുടെ ശരീരത്തിലെ മൊത്തം DNA എടുത്താൽ എത്ര ഉണ്ടാവും? അതായത് 37 ട്രില്യൺ അല്ലേ സെല്ലുകൾ? 37 ട്രില്യൺ. അതിൽ കുറേ സെല്ലുകൾക്ക് ന്യൂക്ലിയസ് ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ രക്തം ഇല്ല, നമ്മളെ റെഡ് ബ്ലഡ് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല. പിന്നെ വേറെ കുറേ പ്ലേറ്റ്ലെറ്റിനാണ് തോന്നുന്നുണ്ട് ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കിയാൽ 10 ട്രില്യണിന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ 10 ട്രില്യൺ ഉണ്ട്. അപ്പോൾ 10 ട്രില്യൺ ഇൻറ്റു 2 എത്രയായി? 20 ട്രില്യൺ. 20 ട്രില്യൺ മീറ്റർ. അപ്പോൾ കിലോമീറ്റർ ആണെങ്കിലോ കൊണ്ട് 20 മില്യൺ ആണെന്ന് തോന്നുന്നുണ്ട്. 20 മില്യൺ കിലോമീറ്റർ. അത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീറ്റർ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20 മില്യൺ കിലോമീറ്റർ. അതായത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് സൂര്യനിൽ 70 പ്രാവശ്യം പോയി വരാം. ഇവിടുന്ന് ഈ DNA എടുത്ത് നീട്ടി സൂര്യൻ വരെ വിടുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ 70 പ്രാവശ്യം. ഇതാണ് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായ പ്രകാരം ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എൻ്റെ 4 ഇരട്ടി, അതായത് 300 പ്രാവശ്യം പോയി വരാനുള്ള വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. സൂര്യനെ ചുറ്റിയാണെങ്കിൽ 4500 പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ പറ്റും. സൂര്യൻ്റെ വലിപ്പം ഭൂമിയേക്കാളും 1 മില്യൺ ഇരട്ടിയാണ്. അപ്പോൾ ഇത്രയും വലിയ സൃഷ്ടി. ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ഈ കിടക്കുന്ന ജനിച്ച ചെറിയ കുട്ടീൻ്റെ ശരീരത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്, എല്ലാവരുടെ ശരീരത്തിലുണ്ട്.
അള്ളാഹുവിൻ്റെ ഇത്ഖാൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്നാണ് പറയുന്നത് നിഷേധിക്കുന്ന ആളുകൾ. ഇനി ഈ DNA, ഓരോ സെല്ലിലുള്ള DNA നമ്മുടെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ആരാണ്, നമ്മുടെ സിഫത്തുകൾ, നമ്മുടെ കണ്ണെങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്, കണ്ണിൻ്റെ നിറം എന്താണ്, മൂക്കിൻ്റെ നീളം എത്രയാണ്, മുടി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഓരോന്നിലുണ്ട്. അതായത് കണ്ണിലുള്ള സെല്ലിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഫുൾ ബോഡി എല്ലാ ഹിസ്റ്ററിയും കണ്ണിലുണ്ട്, മൂക്കിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരു മുറിവായി കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായെന്ന് വിചാരിക്കുക. ആ മുറിവുണ്ടായാൽ ഈ DNA ഉപയോഗിച്ചിട്ടാണ് ഈ മുറിവ് മാറുന്നത്. അല്ല, നിങ്ങൾ കഴിയുമ്പോൾ ചെറിയൊരു മുറിവായി, നിങ്ങൾ അടി കൂടി ചെറിയൊരു മുറിവായി വിചാരിച്ചു. ഒരു മുറിവാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ചെറിയൊരു ഗ്യാപ്പ് വന്നല്ലേ, കുറേ സെല്ലുകൾ നശിച്ചുപോയി ആ ഭാഗത്ത്. ഒരു അടിക്ക് എത്ര സെല്ല് പോയിട്ടുണ്ടാവും? മില്യൺ കണക്കിന് സെല്ല് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടിപിടി കൂടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയൊരു നുള്ളിയിട്ടേ ഉള്ളൂ. അവർ നുള്ളല് നിങ്ങൾ കൊല്ലുന്നത് ചിലപ്പോൾ 2 മില്യൺ സെല്ല് ഇവിടെ കൊന്നിട്ടുണ്ടാവും. ഈ 2 മില്യൺ സെല്ലുകൾ പിന്നെ ഉണ്ടാവണം അല്ലേ, 2 ദിവസം കഴിയുമ്പോൾ മുറിവ് മാറുമല്ലോ. അപ്പോൾ ഈ 2 ദിവസം അവിടെ നടക്കുന്നത് എന്താണ്, അവിടെയുള്ള സെല്ലുകൾക്ക് മനസ്സിലായി കുറച്ച് സെല്ല് പോയിട്ടുണ്ട്, 2 മില്യൺ സെല്ല് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള ബാക്കിയുള്ള സെല്ലുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും, അവരുള്ളിലെ DNA നോക്കും. ആ DNA അവർ ഹെൽപ്പ് എടുക്കും. അതായത് ഒരു മുറിവ് ഒട്ടിക്കാനുള്ള ഒരു സാധനം, ഒരു പ്രോട്ടീൻ, നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിക്കുന്ന മാതിരി ഒരു പ്രോട്ടീൻ വേണം ഈ മുറിവ് കൂടാൻ വേണ്ടിയിട്ട്, കൊളാജൻ എന്ന് പറയുന്ന സാധനം. ആ കൊളാജൻ ഉണ്ടാക്കാൻ DNA ഒരു ആവശ്യപ്പെടും. ഈ DNA നമ്മുടെ ഫുൾ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഈ കൊളാജൻ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കഴിവുള്ള DNA ഉണ്ട്. അതവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. അത് നമ്മുടെ ബോഡി, ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതൊക്കെ DNA ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ കൊളാജൻ ഉണ്ടാക്കാനുള്ള വിവരമുള്ള ആളവിടെ കിടക്കുന്നുണ്ട് DNA. അതിനെ പോയിട്ട് ഓണാക്കും, അത് കൊളാജൻ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ മുറിവ് ഒട്ടാനുള്ള സാധനമായി. പക്ഷേ അവിടെ ഒരു ഗ്യാപ്പില്ലേ, കുറേ സെല്ല് പോയില്ലേ, അപ്പോൾ പുതിയ സെല്ല് ഉണ്ടാക്കണം. പുതിയ സെല്ലെന്ന് പറഞ്ഞാൽ അവിടെ തൊലി പോയിട്ടുണ്ടാവും, ബ്ലഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറേ ബ്ലഡ് സെൽസ് പോയി, കുറേ സ്കിന്നിൻ്റെ സെൽസ് പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കണ്ടേ? ഇതൊക്കെ ആരുണ്ടാക്കും? അടുത്തുള്ള സെല്ലുകൾ സഹായിക്കും, എൻ്റെ പകുതി അങ്ങോട്ട് കൊടുക്കും. അവർ ഡിവൈഡ് ചെയ്യും, സ്വയം ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വേണം, ഈ കാണുന്ന DNA, ഇത്രയും നീണ്ട ഈ 2 മീറ്റർ വീതമുള്ള DNA ഉണ്ടല്ലോ, അത് പുതിയതിലും വേണ്ടേ? കാരണം നാളെ വീണ്ടും ഒരു അടി കിട്ടിയാൽ എന്ത് ചെയ്യണം, വീണ്ടും ശരിയാക്കണ്ടേ? അപ്പോൾ ഈ ഫുൾ ഹിസ്റ്ററി എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. വെറുതെ എൻ്റെ ശരീരത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തന്നുകൊണ്ട് മുറിച്ച് കൊടുക്കല്ല. ഇവൻ എന്ത് ചെയ്യും, ഇവൻ്റെ DNA മൊത്തം ഒരു കോപ്പി എടുക്കും. ഈ സെല്ല് ഒരു സെല്ലല്ല, മില്യൺ കണക്കിന് സെല്ല് പോയിട്ടുണ്ട്. അപ്പോൾ മില്യൺ കണക്കിന് സെല്ലുകളുടെ അടുത്തുള്ള സെല്ലുകൾ എന്ത് ചെയ്യും, സ്വയം പിളരും, അവർ പകുതിയാവും, സെയിം കോപ്പി ആയിട്ട് മാറും. എന്നിട്ട് ആ കോപ്പി വെച്ചിട്ട് അവിടെ പുതിയ ആ മുറിവ് ശരിയാവും. അപ്പോൾ ഈ 2 ദിവസം നിങ്ങൾക്ക് അടി കിട്ടി കിടന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണത്. ഇത്രയും വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ ചെറിയൊരു മുറിവല്ല, ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റൊക്കെ ആയിട്ട് വലിയ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ 1 ട്രില്യൺ സെല്ല് പോയിട്ടുണ്ടാവും. ഇതൊക്കെ കുറച്ച് കാലം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വീണ്ടും നിർമ്മിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ കാണുന്നതൊക്കെയാണ് ഇത്ഖാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലാണ്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിലും അള്ളാഹുവിൻ്റെ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളത് നോക്കി കാണുന്നില്ല എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഒരു റബ്ബില്ല, സൃഷ്ടാവില്ല എന്ന് പറയുന്ന ആളുടെ ഉത്തരം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ഗൈറു ഷൈ, ശൂന്യതയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ നിയമങ്ങൾ, പ്രകൃതിയിലുള്ള നിയമങ്ങൾ. നമ്മൾ പറഞ്ഞ പോലെ 100 ഡിഗ്രി ആകുമ്പോൾ വെള്ളം തിളക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് നിയമം? ഒരു മുറിവായാൽ അടുത്ത സെല്ലുകൾ അത് പരിഹരിക്കും. ഇതൊരു സൃഷ്ടാവാണോ? അതോ ഒരു സൃഷ്ടാവിൻ്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണോ ഈ പറയുന്നത്? ഈ പറഞ്ഞ പ്രവൃത്തി, ഇപ്പോൾ ഈ മുറിവ് മാറുന്നു എന്നുള്ളത്, അത് ഈ സെല്ലുകൾ ചെയ്തു എന്ന് പറയണോ? അതല്ല സെല്ലുകൾ, തൊട്ടടുത്തുള്ള സെല്ലുകൾ നശിച്ചു പോയാൽ സ്വയം പിളർന്നുകൊണ്ട് അവിടെ പോയി നിൽക്കും എന്ന് പറയുന്ന നിയമമാണോ ഇവിടെ ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്തത്? അതല്ല പുറത്തുള്ള ഒരാളാണോ? യാതൊരു സംശയമല്ല, പുറത്തുള്ള ഒരാളാണ്, ഒരു സൃഷ്ടാവാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ. അപ്പം ഇതിനാണ് ദലീലുൽ ഇത്ഖാൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെ നോക്കിയാൽ, ഇതൊരു ഉദാഹരണം മാത്രം, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഉദാഹരണം മാത്രം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ഈ സംസാരിക്കുന്നത്, ഈ സംസാരം, നാവ് എന്ന് പറയുന്ന ഈ ചെറിയ കഷ്ണ ഇറച്ചി, ഇതിങ്ങനെ വായിൽ കിടന്ന് അനങ്ങുന്നത് കൊണ്ട് ശബ്ദം വരുന്നു. അത് ഈ അന്തരീക്ഷത്തിലൂടെ പോയി നിങ്ങളെ ചെവിയിലെത്തുന്നു, നിങ്ങളത് കേൾക്കുന്നു, അതുപോലെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങളത് സ്റ്റോർ ചെയ്യുന്നു. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാൽ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്, സുന അല്ലാഹില്ലദി അത്ഖന കുല്ല ഷൈ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു,
ഇന്ന് നമുക്ക് ഈ അത്ഭുതങ്ങളൊക്കെ അറിയാം. ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിലും ഇങ്ങനെ എത്താനുണ്ട് എന്ന് അറിയുമായിരുന്നോ? ഇല്ല. ഇന്ന് എല്ലാ വസ്തുക്കളിലും എത്താൻ മനുഷ്യർക്ക് ബോധ്യപ്പെട്ടതാണ് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ. ഇതാണ് ദലീലുൽ ഇത്ഖാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇത്ഖാനോട് കൂടിയ സൃഷ്ടിപ്പ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ സൃഷ്ടിച്ചവൻ എല്ലാ ഇൽമും ഉള്ളവനായിരിക്കണം. ആ സൃഷ്ടി നടത്തിയവന് ഈ സൃഷ്ടിയെക്കുറിച്ച് പരിപൂർണമായ അറിവുള്ളവനായിരിക്കണം. അതാണ് രണ്ടാമത്തെ തെളിവ്, അഖ്ലിയായിട്ടുള്ള തെളിവുകളിൽ രണ്ടാമത്തേത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ചുറ്റും കാണുന്ന വസ്തുക്കളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക, പഠിക്കുക. നിങ്ങൾ വലുതായി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനും പഠിക്കാനും സാധിക്കും ഈ പ്രപഞ്ചത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച്. അതൊക്കെ ഈ ആയത്തിൻ്റെ വിശദീകരണമാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കാനും അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.